ഹലോ. ഓക്കെ ഓക്കെ. എവിടെ കൊറിയറാ? ഇതാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ സാംസങ് ഗാലക്സി S24 Ultra. Let's unbox. സോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി S24 Ultra ആണ്. ഗൈസ്, ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി S24 Ultra. വേൾഡ് ഫസ്റ്റ് AI ഫോണാണ് സാംസങ് ഗാലക്സി S24 Ultra. വിഷ്വൽ ലുക്ക് കേട്ടോ, സീരിയസ്ലി പറയുകയാണ്. ടൈറ്റാനിയം ഗ്രേ ആണ് ഞാൻ എടുത്തേക്കണത്. ഒരു രക്ഷാത ലുക്കാണ്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലുള്ള ഈ ടൈറ്റാനിയം ഫ്രെയിം, ലുക്ക് അറ്റ് ദിസ്. അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയാണ്. ഭയങ്കര ഗ്രിപ്പാണ്, നമുക്ക് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യാണ്. ഫോണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ നമുക്ക് കയ്യിൽ വെച്ച് യൂസ് ചെയ്യാനും വ്ളോഗിങ്ങിന് ആയിക്കോട്ടെ ഗെയിമിങ്ങിന് ആയിക്കോട്ടെ നമുക്ക് ഭയങ്കര കംഫർട്ടാണ് യൂസ് ചെയ്യാനായിട്ട്. S24 ഗ്ലാസ് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് കൊണ്ട് മെയ്ഡ് ചെയ്തതാണ്. സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. നമുക്ക് പോക്കറ്റിൽ ചാവിയോ എന്തെങ്കിലും കടന്നാൽ കൂടി വലിയ സ്ക്രാച്ചോ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ഗെയിമിങ്ങിലോട്ടോ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് മെയിൻ സ്പെസിഫിക്കേഷൻസിലോട്ട് കിടക്കാം. സോ ഇതിന്റെ പ്രൊസസർ വരുന്നത് Snapdragon 8 Gen 3 ആണ് ഇതിന്റെ പ്രൊസസർ വരുന്നത്. സോ നമ്മുടെ ഇപ്പോൾ കറന്റ് ഉള്ള ഫോണുകളിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൊസസറാണ് നമ്മുടെ ഈ സാംസങ് S24 Ultra'യിലുള്ളത്. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കിഡിലായിട്ട് കളിക്കാൻ പറ്റും. അത്ര അടിപൊളിയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് 6.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. വിത്ത് 120 Hz AMOLED ഹൈപ്പർ റിയലിസ്റ്റിക് ഡൈനാമിക് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ ഗെയിംസ് ആയാലും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവും. പിന്നെ ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. PUBG കളിക്കുന്നവർക്കോ അല്ലെങ്കിൽ കുറേ നേരം ഗെയിം ഗ്രൈൻഡ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വൈൽ ചാർജിങ്ങിലും ഇതിൽ ഗെയിം കളിക്കാൻ പറ്റും. പക്ഷെ അതിന് റിക്വയർഡ് ആയിട്ടുള്ള ചാർജർ ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഫോൺ ഭയങ്കരമായിട്ട് നിങ്ങൾ ഓവർ ചെയ്ത് ഗെയിം കളിക്കുകയാണ് അല്ലെങ്കിൽ ഹാർഡ് യൂസ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും, അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് അങ്ങനെ വിചാരിച്ച് പേടിക്കുന്നുണ്ട്. കാരണം സാംസങ് S23 Ultra'യെക്കാട്ടിൽ 92% ബിഗ്ഗർ വേപ്പർ കൂളർ ചേമ്പർ ആണ് സാംസങ് S24 Ultra'യിൽ കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് എന്തായാലും ഫോണ് വലിയ രീതിയിലുള്ള ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഞാൻ കുറേ നേരം ഗെയിം കളിച്ച് നോക്കി, കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കി, ഒരു രീതിയിലുള്ള ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോ ഗൈസ്, അടുത്ത് AI കൊണ്ടുവന്നേക്കണമെന്ന് പറഞ്ഞാൽ AI എൻഹാൻസ്ഡ് ഗെയിം പ്ലേ ആണ്. AI തന്നെ സ്വയം കുറേ ആയിട്ട് ഗെയിംസിനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് കുറച്ച് ഈസി ആക്കി തരും ഗെയിംസൊക്കെ കളിക്കുന്ന സമയത്ത്. അത് ഗെയിമേഴ്സിനൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ് ഗൈസ്. അതുപോലെ തന്നെ സാംസങ് ഗാലക്സി S24 Ultra'യിൽ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, റേ ട്രേസിംഗ് ഗെയിംസ് ഇതുവരെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സാംസങ് ഗാലക്സി S24 Ultra റേ ട്രേസിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനത്തെ ഗെയിംസ് ഈ വർഷങ്ങളിലൊക്കെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. അത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കത് ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് സാംസങ് നമുക്ക് തന്നേക്കുന്നത്. അടുത്തതായി S Pen അടിപൊളി ഡേയ്സ്. ഞാൻ അധികം എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമാണ്. സോ ഇത് പടം വരയ്ക്കുന്നവർക്കും, ഞാൻ വരയ്ക്കാറില്ല എന്നാലും ഞാൻ പറയാണ്, പടം വരയ്ക്കുന്നവർക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ് ഈ സാധനം. അത് കൂടാഞ്ഞിട്ട് ഇതിൽ വേറെ കിടിലൻ ഫീച്ചറുണ്ട്. നമുക്കിപ്പോൾ ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ലോങ്ങിൽ വെച്ചതിന് ശേഷം ഇതിലൊരു ബട്ടൺ ഉണ്ട്. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. സോ നമുക്ക് വേറെ ആരുടെയും ഒരു തെണ്ടിയുടെ സഹായം കൂടാതെ നമുക്ക് ഫോട്ടോ എടുക്കാം. മറ്റേ CID മൂസയിൽ മറ്റേ പുള്ളിക്കാരൻ ഒരു തെണ്ടിയുടെ സഹായം കൂടാതെ വണ്ടി തള്ളാന്ന് പറയുന്ന പോലെ നമുക്ക് സ്വന്തമായിട്ട് ഫോൺ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും ഈ ഒരു ബട്ടൺ വെച്ചിട്ട്. ഗൈസ്, പിന്നെ ഇതിലുള്ള ഒരു കൂൾ ഫീച്ചറാണ് സർക്കിൾ ടു സെർച്ച്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഫോണിൽ ഇഷ്ടപ്പെട്ട സംഭവമാണ് സർക്കിൾ ടു സെർച്ച്. ഇപ്പോൾ നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് തിങ് ആയിക്കോട്ടെ, നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് തന്നെ വിചാരിച്ചോ, നമുക്ക് ജസ്റ്റ് ഇത്ര ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്തതിന് ശേഷം ഹോം ബട്ടൺ ടാപ്പ് ചെയ്യുക. ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു കൊടുത്താൽ മാത്രം മതി. അതിനെക്കുറിച്ചുള്ള
അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് എവിടെ വാങ്ങിക്കാൻ കിട്ടും, എവിടെ നിന്ന് കിട്ടും, അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന് കിട്ടും. അതിപ്പോൾ എന്ത് പറയണം, ഇതിപ്പോൾ ഞാനൊരു ഇതൊരു ടോയ് ആണെന്ന് വിചാരിച്ചോ, ഇതൊരു കോമൺ തിങ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇതായിക്കോട്ടെ, ഇത് റിമോട്ടാണ്, പഴയ റിമോട്ടാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു സംഭവം നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ റൗണ്ട് കൊടുക്കുകയാണ്. എൻ്റെ അമ്മ ഗൈസ്, ദേ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്. ഒരു വലിയൊരു ഫീച്ചർ തന്നെയാണ് AI സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്നത്. ചാറ്റ് അസിസ്റ്റ് ഉണ്ട്, കോൾ അസിസ്റ്റ് ഉണ്ട്. ചാറ്റ് അസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേറൊരു ഭാഷയുള്ള ഒരാൾക്ക് നമുക്ക് മെസ്സേജ് അയക്കണം. നമുക്ക് നമ്മുടെ ഭാഷയിൽ നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി, ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അവർക്ക് മെസ്സേജ് പോകും. അത് തന്നെ കോൾ അസിസ്റ്റ്, കേൾക്കുന്ന ആൾ വേറെ ഭാഷക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ ഭാഷയിൽ കേൾക്കാൻ പറ്റുന്നത്. ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഗൈസ്, എനിക്ക് പേഴ്സണലി വ്ളോഗിങ് എടുക്കാനൊക്കെ ഒരു ഫോണിൻ്റെ അവിടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് വ്ളോഗും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ സാംസങ് S24 അൾട്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ അധികം ടെക് റിവ്യൂവും കാര്യങ്ങളൊന്നും അധികം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ. സോ അതൊക്കെ പരിഹരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ പേഴ്സണലി എനിക്ക് സാംസങ് S24 അൾട്ര എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ വ്ളോഗിങ്ങിനായാലും കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഫോൺ എടുക്കാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ലോഞ്ചിങ് കാലിൽ വന്നത്. അപ്പോൾ ഗൈസ്, എന്തായാലും ഇതൊക്കെയാണ്. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോ കാണാം.